യേശുവിൻ്റെ ശിഷ്യന്മാരിൽ തിരുവചനം എടുത്തു പറയുന്ന രണ്ട് വ്യക്തികളാണ് പത്രോസും യൂദാസും. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ അവർ നിരന്തരം തമ്പുരാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോഴും, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുമ്പോഴും, പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയപ്പോഴും, ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും അവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യേശു നൽകുന്ന സമാധാനം, യേശു നൽകുന്ന സന്തോഷം, യേശു കൽപ്പിക്കുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഇവർ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാർ കാല് കഴുകി സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ യൂദാസിന് ഒരു കാര്യം മനസ്സിലായി. ഈ ഗുരുവിനെ ഞാൻ ഒറ്റുകൊടുത്താലും ഈ ഗുരു എൻ്റെ പാവങ്ങൾ ക്ഷമിക്കുമെന്ന്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും എന്ന ഒരു വാക്ക് തമ്പുരാൻ പറഞ്ഞപ്പോൾ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞൊരു കാര്യമുണ്ട്: കർത്താവേ, അത് ഞാനാണോ എന്ന്. കർത്താവേ, അത് ഞാനാണോ എന്ന് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യൂദാസ് ഇപ്രകാരമാണ് ഉണർത്തിച്ചത്: അത് ഞാനല്ലല്ലോ ഗുരു എന്ന്. കാരണം യേശു അവന് ഗുരു മാത്രമായിരുന്നു. അവൻ അപ്പം ഭക്ഷിച്ചിട്ട് വേഗം പിന്നാമ്പുറങ്ങളിലേക്ക് ഊളിയിട്ടു. ഇവൻ എത്രയും വേഗം തമ്പുരാനെ ഒറ്റക്കൊടുത്ത് 30 വെള്ളിക്കാശ് കയ്യിലാക്കണമെന്നുള്ള അവൻ്റെ ആ ആഗ്രഹം അവൻ ചിന്തിച്ച് ഇപ്രകാരമായിരുന്നു: താൻ ഈ 30 വെള്ളിക്കാശ് കരസ്ഥമാക്കുമ്പോഴും പാവങ്ങൾ ക്ഷമിക്കുന്ന തമ്പുരാൻ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കും, എനിക്ക് സൗജന്യ രക്ഷ ലഭിക്കുമെന്ന് അവൻ കരുതി. അതുകൊണ്ട് ഈ 30 വെള്ളിക്കാശ് അവൻ്റെ കീശയിൽ ലാഭമായിട്ട് അവൻ കണക്കാക്കി. എന്നാൽ തമ്പുരാൻ യഹൂദ പ്രമാണികളുടെ നിന്ന് രക്ഷപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അല്ല തമ്പുരാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന് ഉള്ളിൽ കുറ്റബോധം ആരംഭിച്ചു. സാത്താൻ കൊണ്ടുവന്ന് കൊടുത്ത ഈ കുറ്റബോധം അവനിൽ ഭയം ജനിപ്പിച്ചു. ഈ ഭയമാകട്ടെ അവനെ നിരന്തരം വേട്ടയാടാൻ തുടങ്ങി. 3 വർഷം നീ തമ്പുരാൻ്റെ കൂടെ നടന്നില്ലേ? നീ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി കണ്ടവനല്ലേ? എത്രമാത്രം സ്നേഹം നീ അനുഭവിച്ചില്ലേ? എന്നിട്ടും ആ നിഷ്കളങ്ക രക്തത്തെ നീ ഒറ്റക്കൊടുത്തില്ലേ എന്നുള്ള ആവർത്തിച്ച് അവൻ്റെ ഉള്ളിലുള്ള മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തപ്പോൾ അവൻ ഇപ്രകാരം മനസ്സിലായി: ഇവൻ്റെ ഈ കുറ്റബോധം, അവന് സാത്താൻ കൊടുത്ത കുറ്റബോധം അവൻ പാപബോധമായി മാറ്റാതെ, അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാതെ അവൻ സ്വയം തൂങ്ങിച്ചാകുകയാണ് നമ്മൾ കാണുന്നത്, പ്രിയപ്പെട്ടവരെ. എന്നാൽ പത്രോസും ഇത്തരണത്തിൽ ഒരു കുറ്റം തന്നെയല്ലേ ചെയ്തത്? അനിവാര്യ സമയത്ത് തമ്പുരാനെ ഒറ്റക്കൊടുക്കാനുള്ള അവൻ്റെ പ്രവണത യൂദാസ് ഒറ്റക്കൊടുത്തതുപോലെ തന്നെ പത്രോസും തള്ളിപ്പറഞ്ഞു: എനിക്ക് അവനെ അറിയില്ല, നിങ്ങൾ പറയുന്ന വ്യക്തിയെ എനിക്കറിയില്ല. ആ ഒറ്റ വാക്കിൽ തന്നെ ഗുരു ഒന്ന് തിരിഞ്ഞു നോക്കും നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു തിരിഞ്ഞു നോട്ടം അവന് തന്നിലേക്കുള്ള മാനസാന്തരമാക്കി മാറി. സാത്താന് വ്യക്തികളിൽ കുറ്റബോധം കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ പാപബോധം കൊണ്ടുവരും. ഈ പാപബോധമാകട്ടെ അവന് മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കുകയും അങ്ങനെ ഒരാത്മാവ് രക്ഷപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ നോയമ്പിൻ്റെ വേളയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം: യൂദാസിൽ നിന്നും പത്രോസിലേക്കുള്ള അകലം ഒരു മാനസാന്തരത്തിൻ്റെ അകലമാണ്. പത്രോസിൽ നിന്നും തമ്പുരാനിലേക്ക് അകലം സ്നേഹത്തിൻ്റെ അകലമാണ്. ഈ സ്നേഹമായിരിക്കണം നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. അനുദപിക്കുന്ന പാവികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുന്ന പൊന്നു തമ്പുരാന് മുമ്പിൽ നമ്മുടെ പാപങ്ങളും കറങ്ങളും വേദനകളും ഒക്കെ എടുത്തു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് വെള്ളം വീഞ്ഞായി മാറിയതുപോലെ, സാവൂളെന്നൊറ്റ വിളി പൗലോസായി മാറിയതുപോലെ, വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊരു സ്പർശനം രക്തസ്രാവം നിലച്ചതുപോലെ, പ്രിയമുള്ളവരെ, നമുക്കും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. നോയമ്പിൻ്റെ 50 ദിവസങ്ങളിൽ ഞാൻ നിൽക്കുന്ന അവസ്ഥ ഏതാണെന്ന് നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. പ്രിയമുള്ളവരെ, നീ ഒരു പത്രോസാണെങ്കിൽ നീ തമ്പുരാനിലേക്ക് കടന്നു വരണം. നീ ഒരു യൂദാസാണെങ്കിൽ നീ പത്രോസിലേക്ക് കടന്നു വരണം. അങ്ങനെ പത്രോസിൽ നിന്നും തമ്പുരാനിലേക്ക് കടന്നു വരാനുള്ള അവസരമാകട്ടെ നീയും ഞാനും ഈ നോയമ്പിൻ്റെ വേളകളും. അതുകൊണ്ട് ദൈവമായ കർത്താവ് നമ്മൾ വിളിക്കുന്നത്: മകനെ വരൂ,
നിന്റെ പാപം കടും ചുവപ്പാണ് മഞ്ഞ് പോലെ വെണ്മയുള്ളതാകും, രക്തവർണ്ണമൻ കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ നീ തയ്യാറായെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. ദൈവത്തിൻ്റെ സമാധാനത്തിലേക്ക് നീയും ഞാനും കടന്നു വരാൻ ദൈവമായ കർത്താവ് ക്ഷണിക്കുന്നു. നമ്മളിൽ കടന്നുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ പ്രവർത്തികളെ പൂർണ്ണമായും തുടച്ചു മാറ്റിക്കൊണ്ട് പത്രോസായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നല്ല കുമ്പസാരം, ഒരു നല്ല അനുരഞ്ജനം നടത്തി പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറാനായിട്ട് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.